ഗായ്സ്, എല്ലാവർക്കും D4 ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. കാരണം എൻ്റെ കൂടെ നിന്ന് 2 പുതിയ വ്യക്തികളുണ്ട്. അപ്പോൾ ഇത് പുതിയ ആൾക്കാരൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് പൊട്ടൻ വാവാറ്റെ, ഇത് ഇത് വിഡ്ഡി വാവാറ്റെ, പൊട്ടപ്പങ്കനുമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇനിയിപ്പോൾ പറഞ്ഞില്ല എന്നൊന്നും വേണ്ട, അല്ലേ വാവാറ്റി, അല്ലേ പങ്ക? അപ്പം 2 മഹത് വ്യക്തികൾ ഇന്നെൻ്റെ കൂടെ നമ്മുടെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാകും. കുറച്ച് എന്താ പറയാ, ഇന്നത്തെ വിഷയം കുറച്ച് മോസ്റ്റ് ആണെന്നുള്ള കാര്യം, സ്പെഷ്യൽ ആണെന്നുള്ള കാര്യം അല്ലേ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും നമ്മളൊരു കാര്യം പറയാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളോട് 3 പേരോടും കൂടി ഗായ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആസ്കാനുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ആസ്കിക്കോളുക. ഞങ്ങൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്, അല്ലേ പൈങ്കിളി? അതായത് Q&A അല്ലേ? അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളോട് 3 പേരോടും ചോദിക്കാനുള്ളവരൊക്കെ കാണുമല്ലോ. ഞാനിങ്ങനെ പറഞ്ഞിട്ട് മാറ്റി എന്നെ വഴിക്ക് കാണില്ല. ഞാൻ മുങ്ങുന്നല്ല ഇല്ലേ, ഇവിടുത്തെ സിറ്റുവേഷൻ കാരണമല്ലേ പോകുന്നത്. അല്ലാതെ ഞാൻ അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നൊന്നും അല്ല കേട്ടോ. അപ്പൊ ഞങ്ങളോട് 3 പേരോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കുക അല്ലേ. അപ്പൊ ഞങ്ങളത് നെക്സ്റ്റ് വീഡിയോ ഇട്ട് ഇടുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദ മോസ്റ്റ് സ്പെഷ്യൽ വൺ വീഡിയോ ആണ്. കാരണം അത് ഞങ്ങള് കണ്ടത് സത്യമാണോ മറ്റേ കള്ളാന്നല്ല, തോന്നിയതാന്ന് പറയും. 3 പേരും, 1 2 3 പേരുണ്ട് സാക്ഷി. കള്ളം പറയുമെന്ന് ഇപ്പൊ തന്നെ ഞാൻ ഫേസ്ബുക്കില് അതിന്റെ ഒരു ഇത് കൊടുത്തായിരുന്നു. ഓടിക്കഴിഞ്ഞു. ഓരോരുത്തരായിട്ട് അടിക്കുമെന്ന് പറയുന്നു. വയനാട്ടിലാണോ ഇറങ്ങിയത്, കേരളത്തിലാണോ ഇല്ല അങ്ങനെ. പിന്നെ എന്താ പറഞ്ഞത്, നമ്മള് സ്ഥലം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോ സത്യം തന്നെ. ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. കണ്ട സാധനം കണ്ടു. ഞാനിപ്പൊ കണ്ട സാധനത്തിനെ പെട്ടെന്ന് എനിക്ക് എപ്പോഴും ഞാൻ ഈ ഫോൺ പിടിച്ചോണ്ടാണോ ഇരിക്കുന്നത്. ഞാൻ കണ്ട സൂം ചെയ്താൽ അത്രയല്ലേ കിട്ടുമോ, അത് ഓർത്താ പോരെ നിങ്ങൾക്ക്. അത് മാത്രല്ല, നമുക്ക് ഫോട്ടോ എടുത്തോ എന്നെ പറഞ്ഞിട്ട് നിന്ന് തരുമല്ല ചെയ്യുന്നത്, പെട്ടെന്ന് അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പം ആക്ച്വലി നമ്മൾ ഇതുവരെ വീഡിയോയിലേക്ക് കടന്നിട്ടില്ല ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് UFOനെ പറ്റിയിട്ടാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ UFO എന്ന് പറയുന്ന എല്ലാവരുടെയും വിചാരം ഉണ്ടാവും അന്യഗ്രഹ ജീവികളുടെ പേടകമാണ്, അവരാണെന്ന്. സത്യം പറഞ്ഞാൽ UFO മീൻസ് അതല്ല. അതെന്താന്ന് ഇതുവരെ നമുക്ക് അറിയാത്ത ഒരു നിഗമനം മാത്രമേ ഉള്ളൂ. സ്പേസ്ഷിപ്പ് ആണ്, ഇതിലാണ് വരുന്നത്. ഒന്നുമില്ല, ആകാശം കണ്ട എന്തോ ഒരു സാധനം, അതാണോ എന്തോ നമുക്ക് അറിയത്തില്ല. ഞങ്ങളും UFO എന്ന് പറയുമ്പോ എല്ലാവരും വിചാരം അത് ഏലിയൻസിന്റെ പേടകാന്നാണ് ഓർത്തോണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല, നമുക്ക് മനസ്സിലാവാത്ത ഒരു സാധനം, അൺഡിഫൈൻഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാവാത്ത ഒരു സൂത്രത്തിനെ കാണുന്നു. എയറോപ്ലെയിനാ കണ്ടെന്ന് പറയും, ഹെലികോപ്റ്റർ ആണ് കണ്ടത്. അതിപ്പോ കണ്ടത് ഞങ്ങളാ അല്ലേ? അവര് കണ്ടവരാണ് സംസാരിക്കുന്നത്. അതന്നെ. ഇല്ലില്ല, നമ്മള് പോയിട്ട് ശരിക്കും ഏലിയൻസിനെയും സ്പേസ്ഷിപ്പിനെയും കണ്ട പോലെയാണ് സംസാരിക്കുന്നത്. ചിലർ കാണാത്ത പോലെ. നമ്മള് 3 പേരും അടിച്ച സാധനം ഒന്നാണെന്നൊക്കെയാ എനിക്ക് ഫേസ്ബുക്കിൽ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഹിന്റ് ഇട്ടപ്പോ വന്നത്. അപ്പൊ ഇനിയിപ്പൊ ഈ വീഡിയോ എടുപ്പിന്റെ താഴെ ഇനി എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയാൻ വേണം. കണ്ട കാര്യം ഞങ്ങള് എങ്ങനെയാ പറയാൻ പറ്റുക, നമുക്ക് അങ്ങനെ നിഗമിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടും? റീച്ചിന് വേണ്ടിട്ടാണല്ലോ, അറിയില്ല. ഇവിടെ 2-3-4 വർഷമായി ഞാൻ യൂട്യൂബിൽ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടേ. ഇതുവരെയായിട്ട് എനിക്ക് റീച്ചില്ല, വ്യൂ ഇല്ല, ലൈക്ക് ഇല്ല, അറ്റ്ലീസ്റ്റ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പോലും എനിക്കില്ല. എന്നിട്ട് ഓരോരുത്തരും റീച്ചിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത്. റീച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സംഭവം പോലെയാണെന്നാണ് എല്ലാവരുടെയും വിചാരം. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെ പറ്റിച്ചിട്ട് അത് അവരങ്ങനെയായിരിക്കും, അതായിരിക്കും അവർക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ റീച്ചിന് വേണ്ടി ഇരിക്കുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. അതന്നെ സത്യമായിട്ടോ. അത്ര തന്നെ ബോധമുള്ളവർക്ക് ചിന്തിച്ചാൽ മതിയറ്റേ. ഈ ബോധമില്ലാത്ത ഓരോരുത്തരാണ് ഭയങ്കര എന്താ പറയാ, അവർക്ക് തോന്നിയ രീതിയിൽ നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന എല്ലാവരും ഉദ്ദേശിച്ചിട്ടുള്ള കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മളെയൊക്കെ അല്ലേ, എന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് പേര് ഇപ്പൊ അങ്ങനെയും വാവാറ്റേനെയൊക്കെ അവരുടെ യൂട്യൂബ് ചാനലില് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ബ്ലോഗ് വിത്ത് പോംക്ലേ. ആത്മ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? പ്രത്യേകിച്ച് പേരൊന്നുമില്ല, എന്റെ പേര് തന്നെയാണ്. അതെ അതെ. അപ്പൊ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മള്
എന്തോ ഒരു സാധനത്തിന് ആകാശത്ത് കണ്ടു. അതിനെ ഫോട്ടോ പറ്റി ഈ ഫോട്ടോ ഞങ്ങൾ കണ്ടു. ഇത് തന്നെയാണ് ഇത് സാധനത്തിനെയാണ് അത് ഞങ്ങള് കുറച്ച് ഡിമ്മായിട്ടാണ്. അതായത് പറഞ്ഞ മുഴുവൻ പറഞ്ഞു ആദ്യമേ പറയട്ടെ. കഥയായി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ് ഇനിയിപ്പോ വലിച്ചെടുത്ത് തന്നെ 5-6 മിനിറ്റ് ആയി. അതെ, അപ്പൊ നമ്മുടെ കഥയാകുമ്പോ കുറച്ച് നേരമൊക്കെ ഉണ്ടാവും. കഥയൊക്കെ ഉറങ്ങാൻ നേരത്തെ വെക്കണെങ്കിൽ കുറച്ചുകൂടി വൈകിട്ടോ. സത്യം കുറച്ച് കഥ കൂട്ടിച്ചേർക്കണമെങ്കിൽ ചേർക്കാം. അത് നമ്മള് കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. താഴെ ഇപ്പൊ തന്നെ വീഡിയോ കണ്ടിട്ട് പുതിയ പുതിയ എഡിഷൻസ് ഇറക്കുന്നവരുണ്ട്, അവർ ചെയ്തോളൂ. വീഡിയോ ഇട്ടിടാം. ഇരിക്കുന്നത് വരെ പറഞ്ഞുണ്ടാക്കും. നമ്മളെ പൊക്കിക്കൊണ്ട് പോയിരുന്നെങ്കിലും അങ്ങനെ പോയാൽ മതി. സത്യം ഇപ്പൊ ഓർക്കുമ്പോ അങ്ങനെ കൊണ്ടായാൽ മതിയായിരുന്നു. ഉറപ്പായിട്ട് വിചാരിക്കാം കാറ്റുള്ളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വെളിച്ചൊക്കെ പൊക്കിച്ചോണ്ട് വന്നു. അതുപോലെ ഞങ്ങളെ കാരണം അത്രയ്ക്ക് അവസ്ഥയെ കൂടിയാണ് ഞങ്ങൾ എല്ലാരും. ഇപ്പം മനുഷ്യന്മാരാണ് മറ്റേ ഓരോ അവസ്ഥകളുണ്ട്. നമ്മുടെ അവസ്ഥ പെർമനന്റാ, ലൈഫ് ലോങ് അവസ്ഥയല്ല. ഒന്നും കൂടി അത് കുറച്ചുകൂടെ വഷളായി വരിക. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന പിള്ളേരാണോ ഒന്നും പറയില്ല. ഞങ്ങൾ ചിരിച്ചോണ്ടിരിക്കും. അഹങ്കാരത്തിന് കൈകാലം വെച്ചിട്ട് നടക്കുവാണ്. നാക്കിന് നീളത് അങ്ങ് കോളേജ് വരെയെന്ന് പറയുന്നത്. പിന്നെ ഓരോരുത്തരുടെ ചോദ്യത്തിനനുസരിച്ചിരിക്കും ഉത്തരം. പിന്നെ നീളാന്ന് നീളം കുറവാന്നൊക്കെ ഇഷ്ടമുള്ളവർ പറയും. പിന്നെ മുഖം കണ്ട് വിലയിരിക്കുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടം. സത്യം. അങ്ങനെയൊക്കെ ചോദിക്കാം. അഹങ്കാരം ഉണ്ടോ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ കണ്ട് വിലയിരുത്തിയിട്ട് അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ രൂപവും ഭാവവും കണ്ട് അഹങ്കാരാന്ന് ഓർത്തിട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. സത്യമായിട്ടും ഇതിപ്പം ഓരോരുത്തരുടെ ഇതാണ് മറ്റേ. അത് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഓരോരോ പേഴ്സണാലിറ്റീസ്, അവരുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും. ബുക്ക് ബൈറ്റ്സ് കവർ എന്ന് പറയില്ലേ, അത് ഓർത്താ നല്ലത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ ഇന്നത്തെ നമ്മുടെ UFOന്റെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഗൈസ് UFO ഞാൻ തോന്നില്ല ഞെട്ടി. അതെ, UFO പോലത്തെ. അപ്പം ആ ഫോട്ടോയിൽ കണ്ടത് തന്നെയാണ് കണ്ടത്. അപ്പൊ നമുക്ക് അങ്ങനെയാണ് UFO എന്നാണല്ലോ അതിന് പറയുന്നത്. ആകാശത്തോട് പറന്നുപോയി. അപ്പൊ അത് UFO ഞാൻ UFO ആയിട്ടൊന്നും പറഞ്ഞു കാണിച്ചൊന്നും ഞങ്ങൾ പറയുന്നില്ല. സ്പേസ് ഷിപ്പാന്നും പറയുന്നില്ല, ഏലിയന്റെ വണ്ടിയാന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ കണ്ടു. അത് കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കണ്ടു. അത് ഞങ്ങള് 3 പേരും കണ്ടു. ഫസ്റ്റ് കണ്ടത് ഞാനാ. ഞാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒന്നല്ല. ഓരോരുത്തർ പറയുന്നുണ്ട്, ഞാനത് ജസ്റ്റ് ഒരു ഹിന്റ് ഇട്ടപ്പോഴേക്കും വയനാട്ടിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ UFOയ്ക്ക് ഇപ്പൊ കേരളമാണോ വയനാടാണോ എന്നൊന്നുമില്ല. അതിന് വരേണ്ടടുത്ത് അത് സഞ്ചാരപാത ആകാശമാണ്, എവിടെ വെള്ളം വരും. അപ്പൊ ഗായ്സ്, നമ്മുടെ ഈ സംഭവം നടക്കുന്നത് ഇവിടെ ഒന്നുമല്ല, 2025 ഏപ്രിൽ മാസത്തിലാണ്. അതായത് ഏപ്രിൽ ഒരു 15-16 15ആണോ വിഷുവിന് മുമ്പല്ലേ കണ്ടത്? 14-ാം തീയതിക്ക് മുമ്പ് 10 തൊട്ട് 13 ഈ ഒരു ഡേറ്റിന്റെ ഇടയ്ക്കാണ്. എന്നാ നടന്നതെന്ന് ശരിക്കും അങ്ങോട്ട് ഓർക്കുന്നില്ല. എന്തായാലും വിഷുവിന് മുമ്പാണ്, കഴിഞ്ഞ വർഷത്തെ വിഷുവിന് മുമ്പ്. നമ്മള് അവിടത്തെ കലണ്ടറിലാണോ അറിയത്തില്ല, എവിടെയോ മാർക്ക് ചെയ്ത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം എവിടെയാന്ന് ഗായ്സ് വാവാറ്റ പറയും. 2025 നമ്മള് ശരിക്കും പറഞ്ഞാല് കേരളത്തിലില്ല, നമ്മളുള്ളത് വേറെ ഒരു സ്റ്റേറ്റിലാണ്. അപ്പം ഓരോരുത്തർ ഇതിട്ടപ്പോ പറഞ്ഞു, നമ്മള് വയനാട്ടിൽ കണ്ടു, ഞാൻ എവിടെ കണ്ടുന്ന്, എവിടെ വെച്ച് കണ്ടുന്ന്, എന്തിനാ കണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് കണ്ടത് സത്യമാണോ അല്ലയോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുള്ളൂ. കോന്ന് പറഞ്ഞാൽ കോഴിക്കോട് ആക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങള് കോന്ന് പറഞ്ഞാൽ കോഴിക്കോട് ആക്കണ്ട, കേരളത്തിൽ നിന്നല്ല കണ്ടത്. നമ്മൾ എക്സാക്ട് ഏപ്രിൽ 2025 പ്ലേസ് തമിഴ്നാടായിരുന്നു. തമിഴ്നാട്ടില് ഗായ്സ് നിങ്ങൾക്ക് അറിയാം, നമ്മള് ഡാൻസ് പ്രോഗ്രാമിന് പോയി ഒരു ട്രെയിൻ അപാരതയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വന്ന് കളിയാക്കുകയൊക്കെ ചെയ്തായിരുന്നു. ട്രെയിനിൽ കയറാൻ അറിയത്തില്ല. ആദ്യമായിട്ട് കയറുന്ന ഒരാൾക്ക് ട്രെയിനിൽ കയറാൻ തീർച്ചയായിട്ടും അറിയത്തില്ല. നിങ്ങൾക്ക് ഒരിക്കലും അവകാശമില്ല പറയാൻ, അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു എന്ന്. കാരണം എല്ലാരും എല്ലാം അറിഞ്ഞുകൊണ്ടല്ല ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഇവിടെ വയനാട്ടിൽ എയറോപ്ലെയിൻ ഇല്ല, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ ഇല്ല, കടലില്ല. അത് കാരണം ഞങ്ങൾ എങ്ങനെ ട്രെയിനിൽ കയറി പോകും? കോഴിക്കോട് പോയിട്ട് ട്രെയിനിൽ പോകേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പൊ ഫസ്റ്റ് ആദ്യമായിട്ടൊരു അവസ്ഥ വന്നു ട്രെയിനിൽ പോകേണ്ടത്.
അപ്പൊ എന്താ പറയാ മര്യാദക്ക് പറഞ്ഞു തരാനോ help ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കറിയുന്ന പോലെ നമ്മൾ ചെയ്തതാണെങ്കിലോ റോങ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എങ്ങനെ ട്രെയിനിൽ കയറണ്ടേന്ന്. എനിക്കും അതെ എപ്പോഴും എനിക്കും അറിയത്തില്ല. ഏത് ബോഗിയിലാ ഇനിയിപ്പോ ഓരോരുത്തരും കമന്റ് അറിയത്തില്ല. ട്രെയിനിന്റെ ടീച്ചർമാരും ട്രെയിനിന്റെ ഫിറ്റിംഗേഴ്സും വരെയാണ് വരുന്നത് guys. ട്രെയിൻ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ വരും. പിന്നെ ട്രെയിനിന്റെ മുകളിലത്തെ ബോഗിയിൽ കയറി ഇരിക്കാൻ തലയ്ക്ക് ഓളം ഉണ്ടോ ചോദിച്ചു. സീറ്റ് ഇല്ലെങ്കിൽ പിന്നെ ആരുടെ തലയിലെങ്കിലും കയറി ഇത് വെക്കുന്ന ലഗേജ് വെക്കുന്ന സ്ഥലത്താണോ നിങ്ങൾ ഈ ഞരമ്പന്മാരുടെ ഇടയ്ക്ക് നിൽക്കുന്നതിനെക്കാളും നല്ലതാണ് ആകാശത്ത് പിടിച്ച് കയറി ഇരിക്കുന്നത്. അവിടെ കിടക്കുന്നു അത് ഉറങ്ങുന്നു. തന്നെ നിലത്തിരിക്കുമ്പോഴും അവിടെ ഇരിക്കുമ്പോഴും ഒന്നും മനുഷ്യന് പക്ഷെ സ്വൈരം. ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ, ട്രെയിനിൽ പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഈ ട്രെയിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് കാണുകയും ചെയ്യരുത്. അല്ല ഒരു ബോഗി ഞങ്ങൾക്ക് കിട്ടാറ്. നമ്മൾ ഒറ്റയ്ക്ക് ബുക്ക് ചെയ്യണം. സ്വന്തം ഒരു റെയിൽവേ സ്റ്റേഷനും ഒരു ട്രെയിനും വേണം. ആ അവസ്ഥ ഞങ്ങള് മാത്രമേ യാത്രയുള്ളൂ. ബസ് പോലെ പകരം എയറോപ്ലെയിനിൽ കയറാൻ പറയുകയാണെങ്കിൽ എയറോപ്ലെയിനിൽ കയറുന്നത് ഇതിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ടിക്കറ്റിൽ കറക്റ്റ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇത് പിന്നെ എന്ത് കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞത് എന്തോ ജനറൽ ആയതുകൊണ്ട് ഇല്ലെന്ന്. അപ്പം എന്താ പറയാ അതൊരു അവസ്ഥയാ. ഞങ്ങൾ പറയുന്നത് നിങ്ങക്ക് മനസ്സിലാവും. പറഞ്ഞു കഴിഞ്ഞാൽ അടിയാവും. അതുകൊണ്ട് വരരുത് പറയാ തന്നെ. അപ്പൊ എന്തായാലും നമ്മുടെ വിഷയം ഇന്ന് ട്രെയിൻ അല്ല. അപ്പൊ നമ്മൾ നമ്മള് സമയം തമിഴ്നാട് പ്രോഗ്രാമിലായിരുന്നു. നമുക്ക് 5 ദിവസമൊക്കെ അടുപ്പിച്ച് പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ പോയതിന്റെ ഒക്കെ ബ്ലോഗ് 1 by 1 ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോ മുമ്പൊക്കെ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാകും. അപ്പൊ നമ്മള് ഇത് കാണുന്നതിന്റെ അന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങള് ഫ്രീ ആയിട്ട് കാരണം നമ്മളന്ന് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങള് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയൊക്കെ ആയിരുന്നു അന്ന്. അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിന് നമുക്ക് കിട്ടും. കോഫി എല്ലാം കോഫി അവിടെ നിന്നാണ് കോഫീനോട് ഭയങ്കര ഇതായത്. അങ്ങനെ നമ്മള് ഒരു ദിവസം അന്ന് കോഫി കുടിച്ച് ഈവനിങ് അല്ലേ നമ്മള് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടാ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതോടെ ഭയങ്കര ചൂടാണല്ലോ. ഭയങ്കര പോലും അവിടുത്തെ ടെറസിൽ നിന്നുള്ള ചൂടില്ലേ പോല. അപ്പൊ ചൂട് തട്ടി അതിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കാൻ നല്ല സൂപ്പറാണ്. ഒരു 6 o'clock 7 o'clock ആകുമ്പോ നമ്മള് ടെറസില് ഒരു പില്ലോ ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ആ നിലത്തിന്റെ ചെറിയ ചൂടും പിന്നെ ആ ഒരു ടൈമിലുള്ള ചെറിയൊരു തണുത്ത കാറ്റും കൂടെ വരുമ്പം അടിപൊളിയാണ്. ആകാശത്തിലെ നക്ഷത്രം കാരണം അന്ന് എന്താ പറയാ ഇനി മേലാൽ ഇങ്ങനത്തെ വൈഭവങ്ങൾ ആസ്വദിക്കില്ലാന്ന് തീരുമാനിച്ചു. കാരണം ഇത് കണ്ടതിന് ശേഷം ആകാശവും വേണ്ട, ചൂടും വേണ്ട, തണുപ്പും വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ ആ ഒരു ഡേ എന്ന് പറയുമ്പം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു അതെ. പിന്നെ പതുക്കെ കിടന്നാലോ. പിന്നെ കൊതുക് ചോദിച്ചാ അങ്ങനെയില്ല, പക്ഷെ ചെറുതായിട്ടുള്ളൂ കേട്ടോ. വരുന്നതിനൊക്കെ പിന്നെ കൊന്നിടും. പിന്നെ ഞങ്ങള് തലേണ 7 മണിയൊക്കെ കഴിഞ്ഞോളും. ഞങ്ങള് തലേണ എടുത്തോണ്ട് ബെഡ്ഷീറ്റ് ഒന്നും വേണ്ട, ചൂടല്ലേ. ഞങ്ങള് തലേണ എടുത്തോണ്ട് വന്നിട്ട് ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്ത് 2 തലേണ ഉണ്ടായിരുന്നുള്ളൂ. തലേണായിരുന്നു. എന്നിട്ട് ഞങ്ങള് പറയുമ്പോ എന്നിട്ട് പറഞ്ഞു എങ്ങനെ കിടന്നേന്ന്. ഞങ്ങള് ഗൈസ് ഇപ്പൊ നമ്മള് ചാള അടിക്കിട്ട പോലെ അല്ല കിടന്നത്. ഞങ്ങള് 3 പേരും ഓരോ ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് പ്രോഗ്രാമിന്റെ കാര്യവും വീട്ടിലെ കാര്യവും ബാസിക്കോ അവിടെ ഉണ്ടാവും. നമ്മുടെ ബാസിക്കോ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വയറെ കൊരയല്ലേ. എന്നിട്ട് അവനെ കുറച്ച് ദേഷ്യമൊക്കെ പിടിപ്പിച്ച് ചപ്പാത്തി എല്ലും കഷ്ണൊക്കെ ഞങ്ങള് കൊണ്ടുവരും. അങ്ങനെ ഞങ്ങളോട് കമ്പനിയായി. പാവം നമ്മള് പോയപ്പോ എന്ത് വിഷമായി കാണും. മറ്റേ അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരുന്നു പയ്യങ്ങള് നമ്മള് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ വിഷമം എന്താന്ന് ബൈ ബൈ ഒന്നും പറയാനായിട്ടുള്ള പിറ്റേ ദിവസം നമ്മളെ കാണാനും കുറയ്ക്കാനും വന്ന് നിൽക്കുമ്പോ നമ്മളില്ല. സത്യം അതൊരു ഭയങ്കര വിഷമായിരുന്നു. ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞാൽ മിസ് ചെയ്ത കുറച്ച് പേരുണ്ട് അവിടുത്തെ. നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നെ അങ്കിള്. ആ അങ്കിളിനെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. കാരണം സമയത്ത് കറക്റ്റ് എപ്പോഴും അത് തന്നെ എപ്പോഴും ഞങ്ങൾക്ക് ഫുഡ് അതുപോലെ പ്രോഗ്രാമിന് പോയാലും ഞങ്ങളുടെ സേഫ്റ്റി അങ്കിളായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും മക്കളെ പോലെ തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങള് വന്നപ്പോ ഞങ്ങളെ വലിയ ഇഷ്ടമല്ലായിരുന്നു. ഭയങ്കര ദേഷ്യമൊക്കെ പോലെ എങ്ങനെയാണെന്ന് അറിയില്ല. കണ്ടുകഴിഞ്ഞ അഹങ്കാരികളാണെന്ന് എല്ലാരും പറയുകയും ചെയ്യും. അങ്ങനെ പെരുമാറുള്ളൂ. 2-3 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങളെ ഭയങ്കര ഇഷ്ടം. എന്താ പറയാ അച്ഛൻ തരുന്ന ഒരു കെയറിംഗ് പോലെ. കാരണം അത് നമ്മളെ വന്നിട്ട് കെട്ടിപ്പിടിക്കുക അങ്ങനെയല്ല. അവരുടെ ആ കെയറിംഗ് നമുക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടു തരുന്നു, എപ്പോഴും ചായ വെച്ച് തരുന്നു, വിശക്കുന്നുണ്ടോ നമ്മുടെ വരുന്നുണ്ടോ നോക്കുന്നു, വരുന്നവരോട് പോകാൻ പറയുന്നു. ഞങ്ങളോട് സേഫ് ആയിട്ട് ഞങ്ങളൊന്നും പുറത്തിറക്കില്ലായിരുന്നു. കാരണം നമ്മളെ കൊണ്ടുപോയ ആൾക്കാർ വരെ ഞങ്ങളെ തോന്നിയോടത്ത് കൊണ്ടിട്ടിട്ട് പോകുന്നു. പക്ഷെ ഈ അങ്കിളായിരുന്നു ഞങ്ങളെ അത്രയും മോസ്റ്റ് ആയിട്ട്. അങ്കിളായിരുന്നു സൗണ്ടിന്റെ എന്തൊക്കെയോ അല്ലെ
സൗണ്ട് ഒക്കെ അവരുടെ ഉണ്ടായിരുന്നു. മക്കളുണ്ടായിരുന്നു. അവര് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ. അതെ, അവർക്ക് ഞങ്ങള് മോസ്റ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടുത്തെ മെമ്മറീസ് കാര്യം കുറെ ഞങ്ങൾ അവിടുന്ന് ചീത്ത അനുഭവിച്ചെങ്കിലും അവിടുന്ന് ഒരു സൈഡില് ഒരുപാട് നല്ല അനുഭവങ്ങളും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ അത് നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഞങ്ങള് അങ്ങനെ ഒരു ഈ അൺഡിഫൈൻഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റിനെ ഞങ്ങൾ കാണുന്നത്. ഫുഡൊക്കെ കഴിച്ച് നിങ്ങളോട് കോഫിയെ കുടിച്ചിട്ട് ഞങ്ങള് കിടക്കാം. ഒരു വട്ടം വരച്ച ഇങ്ങനെ 3 കോർണറിലേക്ക് പോലെ തല കിടക്കും. ഇപ്പൊ എനിക്ക് ഇങ്ങനെ നോക്കിയ കുഞ്ഞാറ്റീനെ കാണാം. അങ്ങനെ തല ഒരുമിച്ച് വെച്ചിട്ട് കിടക്കുന്നു. അങ്ങനെയാണ് കിടക്കുന്നത്. കിടക്കുമ്പോ കാലിന്റെ മുകളിൽ കാലൊക്കെ കയറ്റി വെച്ച് രാജകീയമായി ഓരോ ഇഷ്ടമുള്ള രീതിയിൽ. പിന്നെ എന്റെ കാലൊക്കെ ഇവരുടെ തലയിൽ കൂടിയൊക്കെ പ്രോഗ്രാമിന്റെ എനിക്ക് ഇങ്ങനെ എന്റെ കൈ കാലെടുത്തിട്ട് മറ്റുള്ളവരുടെ മേത്ത് ഇങ്ങനെ വെച്ചില്ലെങ്കിൽ ഒരു സ്വൈര്യല്ല. അപ്പൊ അങ്ങനെ മോസ്റ്റ് ആയിട്ടായിരുന്നു ഗൈസ് ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അപ്പൊ അങ്ങനെ ആകാശത്തേക്ക് നോക്കിയാണല്ലോ നമ്മള് ചെയ്യുന്നേ. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് അങ്ങനെ ഈ ഒരു എന്താ ട്രയാങ്കിൾ അല്ലെ, ട്രയാങ്കിൾ രൂപത്തിലുള്ള ഒരു സൂത്രം നിഴല് പോലെ. നിഴല് കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ആകാശം കാണാം. നമുക്ക് ഈ ആകാശം നമുക്ക് ഈ കാണാൻ പറ്റും. നമ്മള് രാത്രിക്ക് ഇറങ്ങി മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ആകാശം നമുക്ക് ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. അപ്പൊ ഇനി ഇത് ആകാശം എന്ന് പറഞ്ഞോണ്ട് വരുന്നുണ്ടാവും. പറഞ്ഞോ, കുഴപ്പമില്ല. എന്നിട്ട് ഈ സാധനം കറക്റ്റ് നമുക്ക് ആ ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് ആ ട്രയാങ്കിൾ ഷേപ്പ് കറക്റ്റ് വിസിബിൾ ആവുന്നുണ്ട്. പക്ഷെ ഇത് നമ്മള് ഈ നിങ്ങളിപ്പോ പറയുമ്പോ ഓർക്കും എയ്റോപ്ലെയിനിന്റെ എത്രേ ഉള്ളൂ എന്ന്. എന്നാൽ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് എയ്റോപ്ലെയിൻ പാസ് ചെയ്യും. 7:30 കഴിഞ്ഞ് കഴിയുമ്പോ പാസ് ചെയ്യും. അങ്ങനെ കണ്ടതിന്റെ അന്ന് ഈ എയ്റോപ്ലെയിൻ ഇതിന്റെ അടുത്തൂടെ പാസ് ചെയ്തു. എന്റെ ഗായ്സ് ഞങ്ങൾ സത്യം കേട്ടു ഈ എയ്റോപ്ലെയിൻ ഒരു പൊട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ടെറസിന്റെ മുകളിൽ നിൽക്കുമ്പോ എയ്റോപ്ലെയിൻ ഭയങ്കര വലുതായി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതൊരു ഈ ഒബ്ജക്റ്റിന്റെ മുമ്പില് ഈ ഒരു എയ്റോപ്ലെയിൻ എന്ന് പറയുമ്പോ ഒരു ചെറിയ ഒരു വെള്ള കൊക്കില്ലേ, വെള്ള കൊക്ക് പറന്നു പോകുന്ന പോലെ ഉണ്ട്. അതെ, കൊക്ക് ഞങ്ങള് ഈ എന്താ പറയാ ഈ സമയമൊക്കെ ആകുമ്പോ ഈ സാധനങ്ങളൊക്കെ ചേക്കേറുകയോ ചെയ്യും. കുഞ്ഞാറ്റി കണ്ടിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളും കണ്ടോ. അപ്പൊ നമ്മളും അതേ പൊസിഷനിലേക്ക് നോക്കിയിട്ട് ഞാൻ ഒരു സാധനം പറന്നു പോകുന്നു പറഞ്ഞു. കിടന്ന ഞങ്ങൾ എഴുന്നേറ്റിരുന്നിട്ട് കൈ കോർത്ത് പിടിച്ചിട്ട് പിന്നെയും മുകളിലേക്ക് നോക്കുവല്ലേ. നോക്കുമ്പോ ഒരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ നേരെ പോകുന്നു. അത് ഈ പറഞ്ഞ പോലെ ഈ സാധനം എന്ന് പറയുന്നത് ഇത് ഞാൻ ഇപ്പൊ കാണിക്കുന്ന ഫോട്ടോ കണ്ടത് ഞാൻ മുമ്പ് കാണിച്ചായിരുന്നു. ഇത് എക്സാക്ട് ഇതേ സാധനം തന്നെ. ഈ സാധനം എന്ന് പറയുമ്പോ ഇത് ഇൻവിസിബിൾ ആയിട്ട്, അതായത് നമുക്ക് എന്താ പറയാ അതിന്റെ നമുക്ക് വിസിബിൾ ആണ്. ഈ ലൈറ്റ് ഇത് ഫുൾ ഇൻവിസിബിൾ ആയിട്ട് ലൈറ്റുകൾ കറക്റ്റ് ആ സൈഡിൽ കൂടെ ഉള്ള നിങ്ങൾ ഈ ഫോട്ടോ കാണിക്കുന്ന സൈഡിൽ കൂടെ ഉള്ള ലൈറ്റ് നമുക്ക് കാണാം. പക്ഷെ ഒന്ന് ഡിം ആയിട്ടാണ്. അതാണ് ഇൻവിസിബിൾ ആയിട്ടാണ്, വിസിബിൾ ആണ്. പക്ഷെ നമ്മളിപ്പോ സിനിമയിലൊക്കെ ആത്മാക്കളെ കാണിക്കുന്നുണ്ട്. അത് ആകാശത്തായതുകൊണ്ടാണ് ഒരു ഏകദേശം ആകാശത്തിന്റെ അതേ കളർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കളറില് ഡിമ്മായിട്ട് സ്മൂത്ത് ആയിട്ട് പോവാ. ഞങ്ങളത് അങ്ങോടെ വരെ എന്തൊരു വലുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നോക്കുമ്പം എന്താ പറയാ ആകാശം എന്താ പറയാ ആ ഒരു എയ്റോപ്ലെയിൻ അത്രയും ചെറുതായതുകൊണ്ടാണ് ഏറ്റവും ഞങ്ങളോർത്ത് എന്തോ ചെറുതാന്ന് ഓർത്തു. പക്ഷെ എയ്റോപ്ലെയിൻ അതിന്റെ മുമ്പില് അത്രയ്ക്കും വലുത്. അപ്പൊ ഈ വീട് മോളിൽ കൂടെ പറന്നുപോയേ. സത്യം പറയാലോ ഞങ്ങൾ ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞെട്ടിപ്പോയിട്ട് വേർത്ത് കയ്യൊക്കെ വേർത്ത് ഒഴുകി താഴേക്ക് ഓടണോ അവിടെ ഇരിക്കണോ കിടക്കണോ ഞങ്ങളത് എഴുന്നേറ്റ് പോകുന്നൂടെ വരെ നോക്കി. അത് അങ്ങനെ പോയിട്ട് അതങ്ങനെ കാണാതെ ഫുൾ എന്താ പറയാ ഒന്നാമത്തെ ഡിമ്മാണ്. അതുകൊണ്ട് തന്നെ അത് പോകുമ്പോ നമുക്ക് പിന്നെ അത് പതുക്കെ അങ്ങനെ പോയി ഫുൾ നമുക്ക് കറക്റ്റ്ലി വിസിബിൾ. ഇപ്പോഴും എന്റെ ആ കണ്ട കാഴ്ച നമ്മുടെ കണ്ണിൽ ഇതുവരെ പോവില്ല. കയ്യില് കാര്യം ഫോണൊക്കെ ഉണ്ട്, നമുക്ക് അപ്പൊ പെട്ടെന്ന് വീഡിയോ എടുക്കാനോ നമുക്ക് അതിനൊന്നും നമുക്ക് തോന്നില്ല. നമ്മളത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വന്ന് കുറച്ചു നേരം കിടന്നതാണ്. അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും. നമ്മള് എക്സ്പെക്ട് ചെയ്യാതെയാണ് ഇങ്ങനൊരു നല്ല എക്സ്പെക്ട് ചെയ്യാതെയാണ് ഇത് കാണുന്നത്. അപ്പം കണ്ടത് അപ്പൊ തന്നെ ഫോൺ എടുത്ത് നോക്കി. ഇത് പോയി കഴിഞ്ഞോടെ ഞങ്ങള് വേഗം നോക്കി ട്രയാങ്കിൾ ഷേപ്പ് ആകാശത്ത് എന്താന്നൊക്കെ നോക്കിയപ്പോഴാണ് ഈ പിക്ചർ കാണുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, തലേന്ന് എടുത്ത് മോശം വന്നു. അല്ല ഞങ്ങൾ ഓർത്ത് വല്ല ലൈറ്റ് തെളിച്ച് ഞങ്ങളെ കൊണ്ട് പോയത്.
അങ്ങനെ എങ്ങനെ പോയായിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു വെക്കാ. ഞങ്ങൾ ഓർക്കുന്നത് നമ്മള് ഈ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട്, അതിന്റെ അടിക്കുന്ന ഇങ്ങനെ ഒരു റൗണ്ടിൽ ഒരു വെളിച്ചം വന്നിട്ട് അത് ഏകദേശം ഒരു തൊപ്പീന്റെ ഷേപ്പിലുള്ള അത് നമ്മൾ ഈ സ്പേസ് ഷിപ്പ് എന്ന് പറയുമ്പോ തന്നെ എല്ലാരും പറയുന്നത് തൊപ്പി പോലെ. പക്ഷെ ഇത് സത്യം പറഞ്ഞത് ഇത് ഞങ്ങൾ സ്പേസ് ഷിപ്പാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇത് എന്താ UFO തന്നെ, സത്യമായിട്ട് UFO തന്നെ. പക്ഷേ വലിയൊരു ഒബ്ജക്റ്റ് ഒരു ഇതും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് ആകാശത്തോടെ ഇങ്ങനെ പോവുക. അത് ഇത് എന്താന്ന് ഇനിയിപ്പോ ഇത് പറഞ്ഞിടുമ്പോ പിന്നെ എന്തൊക്കെ കലാപങ്ങൾ വരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങള് കണ്ട കാര്യം ഞങ്ങൾക്ക് ഒരിക്കലും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങള് 3 പേരും കണ്ടതാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയാതെ കള്ളാന്ന്, ഞങ്ങള് 3 പേരും കണ്ടിട്ട് നിങ്ങൾ കള്ളാന്ന് പറയുന്നവര് പറഞ്ഞു കുഴപ്പമില്ല. നമ്മളിപ്പോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് നമുക്ക് തോന്നിയതാന്ന് ഓർക്കും. പക്ഷെ നമുക്ക് 3 പേർക്കും ഒരുപോലെ തോന്നില്ലല്ലോ. കാരണം നമ്മുടെ ഈ ലോകത്തില് ഒരുപാട് കാര്യങ്ങള് എന്താ പറയാ നമുക്ക് തെളിയിക്കാൻ പറ്റാത്തതും അതുപോലെ അല്ലെ, തെളിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ പ്രേതം ഉണ്ടോന്ന് തന്നെ ചോദിച്ചു കഴിഞ്ഞാല് ചിലര് പറയുന്നുണ്ട്, ചിലര് പറയില്ല. ചിലര് പറയാം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. ചിലര് ഞാൻ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് ഒന്നും ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാം. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട്. അപ്പൊ ഈ ലോകത്തിൽ തന്നെ എല്ലാ സാധനങ്ങളും ഈ ലോകത്തിലുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ പറയുന്ന ഈ അന്യഗ്രഹ ജീവികളും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ അതൊന്നും നമുക്ക് അറിയത്തില്ല. മുമ്പ് നിന്നാലും നമുക്ക് പറയാം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാം. എങ്കിലും നമുക്ക് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്കറിയത്തില്ല എല്ലാരും വിശ്വസിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒബ്ജക്റ്റ് എന്ന് വിളിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലെയിനെ വിളിക്കണോ, അതിനെ എന്താ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്താ എനിക്കറിയില്ല. കാരണം ഞങ്ങൾ ഈ ഫോട്ടോ കണ്ട ഇതേ സാധനത്തിന് ഞങ്ങൾ എന്താ പറയാ അധികം എന്താ പറയാ ഡിസപ്പിയർ ആയി പോയല്ലോ. അതങ്ങനെ അങ്ങ് പോയി. എന്താ പറയാ അകലേക്ക് എത്തുമ്പോഴേക്കും പിന്നെ നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല. ഡിമ്മായിട്ട് ഇത് എന്ത് വലുതാ. ഞാൻ നോക്കുന്ന ആ ടെറസൊന്നും ഒന്നും അല്ല അല്ലെ, അത്രയ്ക്ക് വലുതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വില ലൈറ്റും തെളിച്ച് കൊണ്ടുപോയായിരുന്നെങ്കിൽ പൊളിയായാലും. പിന്നെ ഒന്നും ഓർക്കണ്ട വരില്ല. എല്ലാരും പറയുന്നത് അങ്ങനെയാണല്ലോ, സംശയം നമ്മള് ചുരുളിയിലാണോ ചോദിച്ചാൽ സത്യ ഞങ്ങള് ചുരുളി തന്നെ. മനസ്സിലാവുന്നില്ല ഇതിനകത്ത് എങ്ങനെ പുറത്ത് കിടക്കുമെന്നുള്ളത്. ചുരുളി തന്നെയാ. കരകാണാ കടലിൽ പെട്ട് കിടക്കുവാണ്. നമ്മളിപ്പോ ചിലരൊക്കെ പറഞ്ഞത് നമ്മളിപ്പോ ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ട് ഇടയ്ക്കൊക്കെ എഴുതിയിടുന്ന കാണുന്നുണ്ട്. ഇപ്പൊ എഴുത്തുകൂടിയ സാഹിത്യകാരിയായിട്ടൊക്കെ പറയുന്നുണ്ട്. നമുക്കുള്ള എല്ലാ കഴിവുകളും ഞങ്ങൾ പുറത്ത് കാണിക്കണ്ടേ. ഇപ്പൊ ഈ ഇടയ്ക്കാണ് എഴുതാനുള്ള ഒരു കൊതിയൊക്കെ കയറിയത്. പിന്നെ വാവാറ്റി ഇവിടെ 2-3 നോവലൊക്കെ എഴുതി പകുതി വഴിക്കാക്കിയിട്ട് ചിലരൊക്കെ ഉണ്ട്. പിന്നെ മമ്മ എന്ന് പറയുമ്പോ പിന്നെ എപ്പോഴും എഴുത്ത് മാത്രമാണ്. ഇപ്പൊ നമുക്കൊരു അനുഭവം ഉണ്ടാവണമെന്നില്ല നമുക്ക് എഴുതണമെങ്കിൽ. നമ്മളെ മറ്റുള്ളവരുടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അനുഭവം നമ്മളെ പിന്നെ ഞങ്ങൾ ഭൂരിഭാഗം ഞങ്ങൾ എഴുതുന്നത് ഞങ്ങളുടെ അനുഭവത്തിന്റെ സാക്ഷിയിലാണ് എഴുതാറുമുണ്ട്, അല്ലാതെ എഴുതാറുണ്ട്. അല്ലാതെ നമ്മൾ ഓരോന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ നമ്മൾ അനുഭവിച്ചിട്ട് വേണമെന്നില്ലല്ലോ. നമ്മുടെ മുമ്പിൽ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഇതിൽ നമുക്ക് എഴുതത്തില്ലേ. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഭയങ്കരമായിട്ടും പിന്നെ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എഴുതിയിടുന്നുണ്ട്. അനുഭവിച്ച കാര്യങ്ങളിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഷെയർ ചെയ്യാനുണ്ട്. ഷെയർ ചെയ്യാതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളായിട്ട് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഒരാളെ തന്നെ അടിച്ചേൽപ്പിച്ച് ഞങ്ങൾക്ക് പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പലരും വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, എന്നെ ഉദ്ദേശിച്ചാണോ. ഇത് നമുക്ക് അറിയാത്തവര് വരെയാണ് വന്നിട്ട് ചോദിക്കുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് പരിചയമില്ലാത്തവര് വരെ വന്നിട്ട് ചോദിക്കുക എന്നെ ഉദ്ദേശിച്ചാണോ നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന്. ആ എഴുതിയിട്ടില് കണ്ടിട്ട് ആ കമന്റ്സ് തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്നെയാണോ ഉദ്ദേശിക്കുന്നത്. അതേ കമന്റ്സ് റിക്വസ്റ്റിൽ ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഒക്കെ ഇടും. സ്റ്റാറ്റസ് ഇടുമ്പോഴും വന്ന് ചോദിക്കും എന്നെ ആരെ ഉദ്ദേശിച്ചിട്ടല്ല, ഒരാളെ ഉദ്ദേശിച്ചിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഞങ്ങക്ക് തീർച്ചയായിട്ടും അത് ആരാന്ന് വിളിക്കും. പേര് പറഞ്ഞില്ലെങ്കിലും അവരെന്താ എങ്ങനെയാന്ന് നമ്മളും അവര് തമ്മിലൊരു റിലേഷൻ എങ്കിലും പറഞ്ഞ് നിങ്ങളോടത് പറയാം. അല്ലാതെ മൂടി വെച്ചിട്ട് ഇപ്പം ബാക്ക് സൈഡിൽ നിന്ന് കുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല. എത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ വിചാരിക്കുവാണെങ്കിൽ നമുക്കൊന്നും ഒട്ടും പറയാനും ഇല്ല. നമ്മളെല്ലാം സ്ട്രേറ്റ് ഫോർവേഡ്. അത് ഗൈസിന് അറിയാലോ എന്തായാലും പറയും. കാരണം ഞങ്ങൾ അങ്ങനെ ശീലിച്ചു പോയി. അല്ലാതെ സ്വഭാവം ഇവിടെ ഒന്ന് പറഞ്ഞു അവിടെ പോയി വേറെ ഒന്ന് പറഞ്ഞു ഇവിടെ സന്തോഷിപ്പിച്ചിട്ട് നമ്മളെ ശീലിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല അല്ലേ. അതന്നെ. അപ്പൊ ഗൈസ് ഈ കണ്ട സാധനം എന്നതാന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അത് കണ്ടപാടെ എന്നിട്ട് നേരെ വീട്ടിലേക്ക് കയറി ഞങ്ങള് വേഗം ഞാൻ പറഞ്ഞേ തലേണയൊക്കെ എടുത്ത് ഞങ്ങള് വേഗം വന്നു. ഇത് സംഭവം എന്താ നോക്കി
പേടിച്ചു. പിന്നെ ടെറസിന്റെ മുകളിലേക്ക് ഞങ്ങൾ രാത്രി സമയത്ത് പോലും, കാരണം മമ്മേനെ അപ്പൊ തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, മമ്മ ഇങ്ങനെ ഒരു സൂത്രത്തിന് ഞങ്ങൾ കണ്ടു, എന്താന്ന് അറിയത്തില്ല. അമ്മ പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും അവിടെ നിക്കണ്ട കൊച്ചേ. ഇന്ന് കണ്ടല്ലോ, ഇന്ന് കണ്ടത് നാളെയും കാണുമെന്ന് അറിയാൻ അതന്നെ ഞങ്ങള് പോയി നോക്കി ഒന്ന്. പിറ്റേ ദിവസം ഇതുപോലെ നമ്മൾ ഈവനിങ് ആയപ്പം ഇതുപോലെ തന്നെ ആ ഒരു ടൈമിൽ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു, ഒന്നും വന്നില്ല. പിന്നത്തെ ദിവസങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുമില്ല. പിന്നെ പ്രോഗ്രാം അടുപ്പിച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് 5 മണിക്ക് സമയം കിട്ടിയില്ല. പിന്നെ അവിടെ ഇരുന്ന ദിവസങ്ങളിൽ പിന്നെ കണ്ടിട്ടേ ഇല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇനി എന്താ വിളിക്കണ്ടേന്ന് അറിയില്ല, പറന്നു പോകുന്ന ഒരു എന്തോ ഒരു സാധനത്തിനെ ഞങ്ങള് കണ്ടു. ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈ ഒരു പേടകമാണോ എന്താ അതിന് പറയണ്ടേ? കാരണം ഇങ്ങനത്തെ പേടകത്തിനൊക്കെ എവിടെയൊക്കെ അല്ല, നമ്മുടെ ഭൂമിയില് പല സ്ഥലങ്ങളിലും ആകാശത്ത് കുറെ പേരൊക്കെ ഇങ്ങനത്തെ സാധനത്തിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്തയിലൊക്കെ വരും നമ്മൾ കാണുന്നുണ്ട്. അത് ഇത്രയും വലിയൊരു ഒബ്ജക്റ്റ് ആണ് ഇപ്പോഴാണ് അത് അവർ കണ്ടത് ഡേ ടൈമിലാണ്. ഞാൻ ഓർക്കുന്നത് ഡേ ടൈമിൽ ഇങ്ങനെ വെളിച്ചം തെളിച്ച് പോകുന്ന സാധനമാണെങ്കിൽ നൈറ്റ് ടൈമിൽ എന്തുകൊണ്ട് ഇത് വെളിച്ചം തെളിക്കുന്നില്ല? എല്ലാരും കാണുന്ന ഓർത്തിട്ടാണോ? നൈറ്റ് ആകുമ്പോഴേക്കും ഒന്ന് ഡിം ആവും. ശരിക്കും 7 o'clock 7:30 നമ്മൾ കണ്ടത്. അതെ, അപ്പൊ ഒന്ന് ഡിം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ചുറ്റുമുള്ള ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ലൈറ്റിന് ഇച്ചിരി ബ്രൈറ്റ് കളർ ഉണ്ടായിരുന്നു, നല്ല ബ്രൈറ്റ് കളർ. പക്ഷെ ആ ലൈറ്റ് ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് താഴേക്ക് അങ്ങനെയൊന്നുമില്ല, പക്ഷെ ലൈറ്റിന് തിളക്കം ഉണ്ടായിരുന്നു. ഒരു എത്ര ലൈറ്റ്സ് നമ്മൾ ഏകദേശം കണ്ടു? ഒരു സൈഡിൽ തന്നെ 4-5 ലൈറ്റുകൾ ഉണ്ടാവും. പിന്നെ അതിന്റെ ഈ ഒരു അതിന്റെ അപ്പുറത്തെ ലൈറ്റ്, പിന്നെ അതിന്റെ അടിഭാഗത്ത് റൗണ്ട് അടിഭാഗം നമുക്ക് ഈ സൈഡ് ഇങ്ങനെയാ കാണാൻ പറ്റും. ശരിക്കും ഒരു അതന്നെ ചെരിഞ്ഞൊരു ട്രയാങ്കിളാണ്. നമ്മുടെ തലേന്റെ മുകളിൽ വന്ന് നിക്കുവാണെ നമുക്ക് നോക്കാം, അതിന് ഇത്ര ലൈറ്റ് ഉണ്ട്, ഇത്ര റൗണ്ട് ഉണ്ട് നമുക്ക് നോക്കാം. പക്ഷെ ഞങ്ങളെ തൊട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഒരു വ്യൂവിലാണ് ഇങ്ങനെയാ പോകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ മുമ്പിലാണ് ഈ ഒരു ഭാഗമാണ് മുഴുവൻ കാണുന്നത്. ആ ഭാഗം തന്നെ എന്റെ ഭഗവാനെ എന്തൊരു വലുതാലേ, ഭയങ്കര വൈഡാണ് അത്രയും ആയിട്ട്. എനിക്കറിയത്തില്ല എന്താ പറയേണ്ടത്. ഇപ്പൊ നിങ്ങൾ പറയുവാണ് ഇമാജിനേഷനിൽ പറയാ, അല്ലെങ്കിൽ ഇപ്പൊ പറയോ ഞങ്ങള് പോകുന്ന ഒരു സാധനം കഴിച്ചത് അതിന് തർക്കിക്കുന്നു. കോഫി കുടിച്ചായിരുന്നു, ഇനിയിപ്പൊ അതിന്റെ ആഘാതത്തിലാണോ ഞങ്ങൾക്കറിയില്ല. അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ക്ലിയർ ആവുള്ളൂ എന്താ സംഭവം. പക്ഷെ ഞാൻ അതോർക്ക് നല്ല സാധനം അടിച്ചിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലെല്ലാം കാണാൻ പറ്റും. അതല്ല കാരണം നമ്മള് കാണാൻ പറ്റുമായിരുന്നു. അതെ, നമ്മള് നോർമലായിരിക്കുമ്പോ കാണുന്നതൊക്കെ വെറും സ്വപ്നം മാത്രമാണ്. പക്ഷെ നമ്മള് വല്ല സാധനം അടിച്ചിരിക്കുവാണെങ്കിൽ ഉള്ള കാര്യം പറയാലോ, നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും, ക്ലിയർ ആയിരിക്കും. അതന്നെ, അപ്പൊ പറയുന്നതൊക്കെ സത്യമാണെന്നാണല്ലോ എല്ലാരും പറയുന്നത്. അപ്പൊ കാണുന്നതൊക്കെ എല്ലാം സത്യം തന്നെയാ. പക്ഷെ ഇതെന്ന് പറയുമ്പം ഇപ്പൊ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കേണ്ട ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരാണ്, അല്ലാതെ ഇപ്പൊ അത് ചെയ്യാത്ത ആൾക്കാരാന്ന് പറയേണ്ട കാര്യം നമുക്കില്ല. വിചാരിക്കുന്നവരെന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുക, എന്തെങ്കിലും ചിന്തിക്കും ചെയ്യും. പക്ഷെ ഉള്ള കാര്യം കണ്ട കാര്യം കണ്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വെറുതെ വന്നിവിടെ ഇരുന്നിട്ട് അന്ന് കണ്ടത് ഇങ്ങനെ അങ്ങനെയാന്ന് പറയേണ്ട ഇത് റീച്ചിന് വേണ്ടിട്ട് നമുക്കൊന്നും കാരണം ഒരു എഴുത്തിട്ടപ്പോഴേക്കും ഇത്രയും പേര് വന്നിട്ട് ഇങ്ങനെയൊക്കെ കളിയാക്കി ഓരോന്ന് പറഞ്ഞേക്കുന്നു. എന്താ ചെയ്യാ, നമ്മള് കണ്ടായിരുന്നു, നമുക്ക് നമ്മള് കണ്ടില്ല പറയാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടാണ് എല്ലാരും പറയുന്നത് ഏലിയൻസ് ഉണ്ട്, പേടകമുണ്ട്. നമുക്കാർക്കും അറിയില്ല. ഇപ്പൊ പറയുന്നത് നമ്മൾ എർത്തിലാന്ന് എന്താ തെളിവല്ല, അങ്ങനത്തെ ഒരു ഡൗട്ട്സ് ആണ് വീഡിയോ എടുത്തിട്ടാലുണ്ടല്ലോ ഒരുത്തിനും വിശ്വസിക്കില്ല. നിങ്ങൾ ആരും വിശ്വസിക്കാനല്ല പറയുന്നേ, ഞങ്ങൾ അനുഭവിച്ച ഒരു അനുഭവം, ഞങ്ങൾ കണ്ട ഞങ്ങളുടെ ആയിട്ട് ഞങ്ങളുടെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് തന്നെ വീഡിയോ പറയാ. ആ സമയത്ത് എനിക്ക് തോന്നിയതാണോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞത്, എടാ നോക്കണ ഒരു സാധനം ഒരു സാധനം ട്രയാങ്കിളിൽ ഇങ്ങനെ പോവാ. അതെ, അത് എന്താ പറയാ, അത് ഇത്രയും വലിയതാണ്ട് പറയാ. കുഞ്ഞുറ്റി ആ എയറോപ്ലെയിൻ കണ്ടില്ല, അതിന്റെ മുമ്പിൽ എത്ര ചെറുതാന്ന് പറയാ. എയറോപ്ലെയിൻ ഒരു കൊക്കിന്റെ അത്രയും പോലും ഇല്ല. കാരണം ഈ സമയത്ത് ഈ ഈവനിങ് അവിടെ എന്താ പറയാ ടൗൺ ഏരിയ അല്ലേ, അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഈവനിങ് ആയാലും നല്ല വെളിച്ചം ഉണ്ടാകും. അപ്പം വെളിച്ചം ഉള്ളതുകൊണ്ട് തന്നെ കൊക്കുകളൊക്കെ ആയാലും കുറച്ച് സമയമൊക്കെ 8 മണി ആ ഒരു സമയത്തൊക്കെ കൊക്കുകളൊക്കെ പറന്നു പോകുന്ന നമുക്ക് ശരിക്കും കാണാൻ പറ്റും. കൊക്കൊന്നും അതിന്റെ മുമ്പിൽ ഒന്നുമല്ല. പിന്നെ കൊക്ക് എന്ന് പറയുന്നത് അത്രയും ഹൈറ്റിൽ പറക്കൂലല്ലോ. അത് തന്നെ, ഇത് എയറോപ്ലെയിൻ എന്റെ അടുത്തൂടെ പാസ്. ഞാൻ നോക്കി എയറോപ്ലെയിനിലുള്ളവർ കണ്ടു കാണും അത് എന്താന്ന്. അവർക്ക് ഈ 2-3-4-5 ദിവസങ്ങൾക്ക് മുമ്പ് എവിടെയാ ഞാനൊരു വാർത്ത കണ്ടായിരുന്നു, ഇങ്ങനെ പെട്ടു. അല്ലല്ല പൈലറ്റ് ഇങ്ങനത്തെ ഒരു പേടകത്തിനെ എയറോപ്ലെയിനിന്റെ അടുത്ത് കണ്ടു, പക്ഷെ അപകടമൊന്നും ഉണ്ടായില്ല. അങ്ങനെ പൈലറ്റ് കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
പക്ഷെ എന്തായാലും അത് പോട്ടെ. ഇതിപ്പോ നമ്മുടെ വിഷയത്തിൽ ഇതിപ്പോ എന്താ സംഭവം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാല് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ള അപൂർവങ്ങളിലായ കാഴ്ചകളൊക്കെ കാണുന്നു അല്ലെ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഇനിയിപ്പോ രാത്രിക്ക് എല്ലാരും പോയി ടെറസിന്റെ ആയാലൊക്കെ ഒന്ന് പോയിട്ട് വെറുതെ ഒന്ന് വീക്ഷിച്ചു നോക്ക്. നമുക്ക് പല അപൂർവങ്ങളായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോ ആരും കാണാത്ത കാഴ്ചകളായിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ അതെന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഷെയർ ചെയ്യും. അതെ, നിങ്ങൾ എന്തായാലും പറഞ്ഞല്ലോ കേരളത്തിൽ നിന്നായിരിക്കും. കേരളത്തിൽ നിന്നല്ല, നമ്മുടെ വയനാട്ടിൽ നിന്നല്ല നമ്മള് കണ്ടത്, നമ്മള് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ സാധനം കാണുന്നത്. ടെറസിലിരിക്കുമ്പം അതെ, സാധനം വന്നിട്ട് ഇങ്ങനെ പറന്നു പോവാണ്. എടാ സത്യം പറഞ്ഞാല് ഇപ്പോഴും അത് എന്താന്ന് ഇപ്പം കണ്ണടയ്ക്കുമ്പം തോന്നിയത് എനിക്ക് എന്താ പറയാ, ലൈറ്റ്സ് ഒക്കെ ഇട്ട് പോകുന്നേ. എനിക്ക് കണ്ടപാടെ എന്റെ മനസ്സിലേക്ക് ഇത്രയും വലിയ സാധനം എന്താ ഇങ്ങനെ പോകുന്നേന്ന് ഞാൻ ചിന്തിച്ചത്. ഞാൻ ഓർത്തറിയോ, നമ്മള് ഈ കാർട്ടൂണിലൊക്കെ ആയാലും കണ്ട സ്പേസ്ഷിപ്പുകൾ മൊട്ട കൂണിന്റെ ഷേപ്പുള്ള സ്പേസ്ഷിപ്പ് അങ്ങനത്തെ സ്പേസ്ഷിപ്പാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സ്പേസ്ഷിപ്പ് ഡൗട്ട് പറഞ്ഞടാ, സ്പേസ്ഷിപ്പ് ആണോ? അപ്പോഴാണ് ഞങ്ങൾ ഗൂഗിൾ നോക്കുമ്പോ UFO, കാരണം സ്പേസ്ഷിപ്പ് ആണോന്ന് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് UFO നെയ്മിട്ട് അങ്ങനെ പറയുന്നു. അതിനെ നിനക്കത് സത്യം പറഞ്ഞ തോന്നുന്നത് കണ്ടപ്പോ കുളിര് പോയില്ലേ? സത്യം പറഞ്ഞ ഒന്ന് ഞെട്ടിട്ട് എന്താ പറയണ്ടേന്ന് അറിയാതെ എന്താ പറയാ അതിനെങ്ങനെയാ ഇപ്പൊ പ്രേരിക്കണ്ടേന്ന് അറിയത്തില്ല. കണ്ടു കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ നമ്മളിങ്ങനെ നിന്നുപോയി, നിന്നുപോയി. കുറച്ചുനേരം നിന്ന് കഴിഞ്ഞപ്പോൾ ബോധം വന്നത് എന്താ കണ്ടോണ്ടിരിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ പോകുന്നത്, കൊറേ ലൈറ്റ്സ് ഉണ്ടല്ലോ. അതെ, ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോകുന്ന സത്യം പറയാലോ. ഇത് നമ്മള് ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതേ സാധനത്തിന് വേറെയുള്ളവരും കണ്ടിട്ടുണ്ട്. ഡേ ടൈമില് ഇതേ സാധനം ഗൂഗിളിലും കാണുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഒന്നും കൂടി ഞെട്ടിയത്. അതന്നെ ഞങ്ങൾ എന്താ ഇത് എങ്ങനെ ആരോടും പറഞ്ഞില്ല, മമ്മേനോട് മാത്രമേ പറഞ്ഞുള്ളൂ ഈ സംഭവം എന്താ സംഭവം എന്നുള്ളത്. പിന്നെ എന്താ പറയാ, ഇത് കണ്ടതിന്റെ ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി പിന്നെ ഒരുപാട്. പിന്നെ അന്നത്തെ രാത്രി സത്യം പറഞ്ഞാല് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ അത് വന്ന് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഞങ്ങളെ വലിച്ചോണ്ട് പോയായിരുന്നെങ്കിലോ, അങ്ങനെയൊക്കെ പല ചിന്തകളും വന്നിട്ടുണ്ട്. എന്നാൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായിരുന്നു അത്? അതെങ്ങനെ സത്യം എന്തൊരു വലുതാലേ. എനിക്ക് അതിന്റെ സൈസ് കണ്ടിട്ടാണ് മോസ്റ്റ്. അത്രയ്ക്ക് വലിയൊരു സാധനം. കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി വന്നായിരുന്നെങ്കിലോ എന്ത് വലുതായിരുന്നു. അത് ലാൻഡ് ചെയ്യാൻ തമിഴ്നാട് പോരാന്ന് വരെ തോന്നിപ്പോകും. അപ്പൊ ഗായ്സ് പറയട്ടെ, അപ്പൊ അതിന്റെ ഉള്ള ആരെങ്കിലും അളവ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ അവിടെ കണ്ടു കാണില്ലായിരിക്കുമോ? അതന്നെ, കാരണം അറിയില്ല. ആ ഒരു മിനിമം ഹൈറ്റിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. സത്യം. അപ്പൊ താഴേക്ക് ഇറങ്ങി വന്ന എന്തായാലും മോസ്റ്റ് ബിഗ് ഞങ്ങളുടെ ടെറസ് ഭയങ്കര വലുതാന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിലും എനിക്കറിയില്ല അതിന്റെ സൈസിനെ എങ്ങനെ നമ്മൾ പറയണം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു കാഴ്ച ഞങ്ങളെ ഭയങ്കരമായിട്ട് സ്തംഭിപ്പിച്ചു പോയിട്ടുണ്ടായിരുന്നു. UFOന്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഇടണം എന്ന് പറഞ്ഞപ്പോ പുറത്തൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇവിടെ കാണുന്നില്ലല്ലോ. അല്ലയോ, ഒന്നും അറിയത്തില്ല. UFO തന്നെ പറയാം. സ്പേസ് ഷിപ്പ് ആണോന്നൊന്നും ചോദിച്ചാൽ ഏലിയന്റെ വണ്ടിയാണോ അതൊന്നും എനിക്കറിയില്ല. കാരണം അത് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടുമില്ല, എനിക്കൊട്ട് അറിയത്തുമില്ല. പക്ഷെ ഈ കണ്ട സാധനം UFO ആണ്, അത് ഉറപ്പാണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സോ ഗായ്സ്, നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ഈ ഒരു ഇത് കേട്ടിട്ട് തോന്നുന്നതെന്ന് ഗായ്സ് നിങ്ങൾ പറയാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇതേപോലത്തെ അനുഭവങ്ങളുണ്ടോ ചിലപ്പോ പറയാൻ പറ്റില്ല. ചിലപ്പം പലരും പല രീതിയിലുള്ളതായിരിക്കും കാണുക അല്ലെ. നമ്മുടെ ഈ ലോകത്തിൽ ഒരുപാട് എന്താ പറയാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ പറ്റി. ഒബ്ജക്ട് ഓർ ഫിനോമിനോൺ സീൻ ഇൻ ദ സ്കൈ ബട്ട് നോട്ട് യെറ്റ് ഐഡന്റിഫൈഡ് ഓർ എക്സ്പ്ലെയിൻഡ്. കണ്ടില്ലേ, നമുക്കത് പറയാൻ പറ്റില്ല അതെന്താ സംഭവം, കണ്ടുപിടിക്കാനോ എന്തെങ്കിലും. പക്ഷെ അത് മൂവിങ് ആണ്, സ്മൂത്ത് ആയിട്ടാ പോകുന്നതില്ലേ, ഒഴുകി പോവാന്ന് പറയില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് അത്രയും വലിയ സാധനമാണ് ഒരു ഞങ്ങളത് പോകുന്നോടം വരെ ഇങ്ങനെ നോക്കി നിന്നു. അത് പിടിക്കാൻ വരുമോ ഓടണോ എന്നുള്ള രീതിയിലല്ല, അതന്നെ സത്യമായിട്ടും. അത് ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ, അത് നിങ്ങൾ കണ്ടാൽ മാത്രമാണ്. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിലും അതെന്തായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല.
കാരണം അത് അങ്ങനത്തെ ഒരു ഇവ പറഞ്ഞില്ലേ ഈ നമ്മൾ ഈ ഫോട്ടോ കാണിച്ച അതേ സാധനം തന്നെ, ഈ സാധനത്തിനെ തന്നെയാണ് നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ സാധനം ഇത് തന്നെ, പക്ഷെ ഇത് ഇൻവിസിബിൾ ആയ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നമുക്ക് ആകാശ നക്ഷത്രമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഇൻവിസിബിൾ ആയിട്ടായിരുന്നു ഇത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ലൈറ്റ്സ് അത് ഒരിക്കലും കാരണം ആ ലൈറ്റാണ് ഏറ്റവും വലിയ എവിഡൻസ്. അതെ, അതുപോലെ അതിന്റെ സൈസും മോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ 2 കാര്യങ്ങളും മറക്കാൻ പറ്റില്ല. കാരണം ആ ലൈറ്റ്സ് എന്റെ കണ്ണിൽ ഇപ്പോഴും ആ ലൈറ്റ് ഇങ്ങനെ കത്തിയിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ ഓർക്കും, ഇനി കാണോ, ഇനി വരുമോ. എന്തായാലും കാണാത്ത ഒരു കാഴ്ചയാണ് ഞങ്ങള് 3 പേരും കൂടെ കണ്ടത്. അതെന്നാലും ഒരു അടിപൊളി കാഴ്ചയായിരുന്നു. പിന്നെ ഒരിക്കലും അതിന് ശേഷം ടെറസിൽ പോയിട്ടുമില്ല, കണ്ടിട്ടും ജസ്റ്റ് പോയി നോക്കിയിട്ടുണ്ട്. അല്ലാതെ അവിടെ കുറെ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടില്ല. അതന്നെ, എന്തായാലും ഈ ഒരു കാഴ്ച മോസ്റ്റ് ആയിരുന്നു കാഴ്ച. നമുക്ക് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല. പറഞ്ഞ വിശ്വസിക്കൂല. അത് തന്നെ, നമ്മളിപ്പോ പറഞ്ഞ തന്നെ അയ്യാ അത് നിന്റെ തോന്നലായിരിക്കും, അത്രേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഇപ്പൊ ഞങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവര് പറഞ്ഞേനെ ശരിയാ ഞങ്ങൾ വന്ന് കണ്ടായിരുന്നു. എണ്ണത്തിന്റെ ഒരു സൈഡ് പോർഷനിലാണ് കാരണം അതിന് മുമ്പിൽ ഒരു മൂക്കുണ്ടായിരുന്നു. ഈ ഫോട്ടോയിൽ കാണിച്ച അതേ സാധനം തന്നെ. ഇപ്പൊ പലരും കണ്ടില്ലേ, പല രീതിയിൽ നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലും പലതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റൗണ്ട്, സ്ക്വയർ, റെക്ടാങ്കിൾ, പെന്റഗൺ, ഹെക്സഗൺ, ഇഷ്ടം പോലെ ഷേപ്പിലൊക്കെ നമ്മള് കണ്ട ട്രയാങ്കിളാ. നമ്മള് കണ്ടത് നമ്മൾ അതന്നെ ആ സാധനം തന്നെ. കൊറേ ലൈറ്റ്സും എന്ത് പറയുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മളെങ്ങനെ അതിന്റെ ഉള്ളിൽ കയറിയായിരുന്നു, എന്ത് രസമായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് പോവായിരുന്നു കയ്യില് ക്യാമറ കാണും. പക്ഷെ ആ സമയത്ത് കയ്യില് ഫോൺ ഇരുന്നിട്ടും അനങ്ങാൻ പറ്റില്ല. നമ്മൾക്ക് ചില കാഴ്ചകൾ കണ്ട അങ്ങനെയല്ല നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിൽ തന്നെ നോക്കി ഇങ്ങനെ നിന്ന് പോകും നമ്മള്. അതന്നെ. അപ്പൊ അങ്ങനെ ഒരു മോസ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അന്ന് കണ്ടത്. ഒബ്ജക്റ്റ് ആണോ എന്താണോ ഒന്നും അറിയത്തില്ല, അതൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റിനെ വിളിക്കാൻ പറ്റില്ല, വെഹിക്കിൾ ആണോ ഒന്നും അറിയില്ല. ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്ന് പറയാം, അൺഡിഫൈൻഡ്. അത് തന്നെ. അതിന്റെ ഉള്ളിൽ ഇനി ഹ്യൂമൻ ബീങ്സ് ആവാൻ ചാൻസ് ഒന്നുമില്ല. ഇനിയിപ്പം അതിനെ നിയന്ത്രിക്കുന്ന ആരാന്ന് നമുക്ക് അറിയില്ല. എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളാണോ അല്ല, അതാണ് നമ്മളിപ്പോ വാർത്തയിലൊക്കെ നമ്മൾ കാണേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ വല്ല ജീവനുള്ളത് എന്തെങ്കിലും ഉണ്ടോ, അത് ഓടിക്കുന്ന ആരാ, അത് ഓടുന്ന എങ്ങനെയാ, കണ്ടത് സത്യമാണ് നമുക്ക് എന്തായാലും നമ്മൾ പറയാം. കാരണം നമ്മൾ കണ്ടതാണത്. അത് ഞാൻ ലൈറ്റ്സും അതിന്റെ ഷേപ്പും അത് പോകുന്നതും അതൊന്നും കണ്ണീന്നും ആയില്ല. അത്രയ്ക്ക് ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അത് തന്നെ. അപ്പൊ ഗായ്സ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ UFOന്റെ സ്റ്റോറി ഇത്രയാണ് ഗായ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അത് എന്താ പറയാ, അന്ന് തന്നെ നമുക്ക് ഇതൊക്കെ പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പറ്റിയൊരു സാഹചര്യം നമുക്ക് പിന്നെയാണ് കിട്ടിയത്. ഞാനിങ്ങനെ എന്താ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് കുറെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു കണ്ട കാര്യം. അത് തന്നെ, ഇഷ്ടംപോലെ പറയണ്ടേ. കൂടുതലായിട്ട് അനുഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ലൈഫിലാണ്. അതിപ്പോ എല്ലാവർക്കും ഞങ്ങൾ 3 പേര് ഒരുപാട് കാര്യങ്ങൾ സ്കൂൾ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും എല്ലാം കുറെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോ തമാശയായിരിക്കും, പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, അവരത് സീരിയസ് ആക്കി സ്കൂള് വീട് കഴിഞ്ഞാൽ സ്കൂളാണ് നമ്മളെ നല്ലൊരു പേഴ്സൺ ആക്കുന്നതും അവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസസും എല്ലാം നമ്മള് നല്ല 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 ഇതാവുന്നത്. പിന്നെ ഇപ്പത്തെ ഞങ്ങളെ വെച്ചിട്ട് സ്കൂളിലത്തെ കാര്യം ഓർക്കുമ്പോൾ സ്കൂളിൽ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ഒരു കാര്യം പോലും കിട്ടിയില്ല. അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന ടീച്ചർമാര് ഫുള്ളും നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ എല്ലാ ടീച്ചർമാരെ ഉദ്ദേശിച്ചില്ല, അമ്മയും അമ്മച്ചിയും ടീച്ചേഴ്സാണ്. എത്ര നല്ല ടീച്ചർമാരെ ഞങ്ങളും കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർമാരെന്ന് പറഞ്ഞാൽ ടീച്ചർമാരുടേതായ രീതിയിൽ ടീച്ചർമാര് പെരുമാറണം, എങ്കിലാണ് അതായത് ഏകലവ്യന്റെ വിരല് മുറിച്ച് വാങ്ങിയിട്ടുള്ള ദ്രോണാചാര്യയുടെ ക്യാരക്ടേഴ്സ് ഉള്ള ടീച്ചേഴ്സിനെ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു. അതായത് അവർക്ക് ഇഷ്ടമുള്ള സ്റ്റുഡൻസിനെ തലയിൽ കയറ്റി വെക്കാൻ വേണ്ടി നമ്മളെ വിരൽ മുറിച്ച് ചോദിക്കുന്നു. അതായത് നമ്മളെ താത്തിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ അവര് പൊക്കുന്നു. എന്നെ വീട്ടിൽ വരെ കൊണ്ടു നിർത്തിയ ടീച്ചറുണ്ട്, അറിയോ? എന്നെ വീട്ടിൽ കൊണ്ട് 2-3 ദിവസം നിർത്തി. അത്രയ്ക്ക് എന്നെ ഇഷ്ടമായ ടീച്ചർ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ടീച്ചറൊക്കെ എന്നെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി കാരണം മാറിപ്പോയിട്ട് എത്രമാത്രം എന്റെ പേപ്പറിലെ മാർക്ക് വരെ ടീച്ചർ മാറ്റി, അവളെ സ്കോളർഷിപ്പ് അതൊക്കെ
എനിക്കറിയില്ല, ഓരോരുത്തരും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ വലയിലേക്ക് വീണ് പോകുന്ന ഭയങ്കര കഴിവാ. കാരണം ഓരോ ആൾക്ക് ഒരു മാറ്റം, എന്നെ അത്ര ഇഷ്ടമുണ്ടായിരുന്ന ആ ടീച്ചർക്ക് ആ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ആ ടീച്ചറെ അത്രമേൽ വേറൊരാൾ സ്വാധീനിച്ചുകൊണ്ടാണ് ആ ടീച്ചർക്ക് അത്ര ഒരു മാറ്റം ഉണ്ടായത്. പക്ഷെ അത്രയും നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ ആയിരുന്നെങ്കിൽ, ടീച്ചർ എന്നല്ല ഇപ്പം ഓരോരുത്തരുടെ ലൈഫിൽ പല രീതിയിലായിരിക്കും. അപ്പൊ എന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു മിസ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ആ ടീച്ചർ ആ രീതിയിൽ ഒരിക്കലും പെരുമാറില്ലായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ വേറൊരു വലിയ സ്റ്റോറിയാണ്. അതൊക്കെ എന്തായാലും നമ്മൾ ഇനി പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ UFOന്റെ വീഡിയോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നെ ചൊല്ലണമെന്ന് എനിക്ക് തെരിയല. അതെ അതെ, അന്ന് തമിഴും മലയാളം അതന്നെ അന്നത്തെ ഓർമ്മ മറക്കാൻ പറ്റില്ല. സത്യം പിടിച്ചോണ്ട് പോകാത്ത ഭാഗ്യന്നാണ് ഇപ്പൊ ഓർക്കുന്നത്. പക്ഷെ പിടിച്ചോണ്ട് പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. ഈ ഭൂമിയിൽ അനുഭവിച്ചു മടുത്തു. ഇനിയിപ്പോ പോയിട്ടല്ലേ കുറച്ച് ചുറ്റിയൊക്കെ അടിച്ച് കുറച്ച് സിപ്പൊക്കെ ഒട്ടിച്ച് പുതിയ ആളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നേ. അല്ല ഇപ്പൊ തന്നെ ഞങ്ങൾ ഏലിയൻ ആണോന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട്. സൂക്ഷിച്ചോ, അതന്നെ മനുഷ്യരാണോ ഏലിയൻ ആണോ നിങ്ങൾ കണ്ടുപിടിച്ചോ. അതന്നെ, അപ്പൊ ഞങ്ങൾ മനുഷ്യനാണ് നമ്മളാണ് അതിനകത്ത് വന്നേന്ന് പറയും. അതന്നെ അന്ന് അങ്ങനെ വിചാരിച്ചു, നോ പ്രോബ്ലം. ചിലപ്പോ സത്യമായിരിക്കാം അല്ലേ, പറയാൻ പറ്റില്ല. ഇനി വല്ല ചിപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഞങ്ങളെ വിട്ടയാണോ? എന്റെ ചിപ്പ് പഠിക്കും, മുടി പറഞ്ഞു എന്റെ വിസിബിൾ ആയിട്ടുള്ള ചിപ്പാണ്. ഒറിജിനൽ നമ്മളെ അവിടെ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അത് നിങ്ങൾ പേടിക്കണം. അങ്ങനെയുള്ള ഞങ്ങളാണ് അതിനെപ്പറ്റി പറയുവോ? ഇല്ല, ഞങ്ങളുടെ വണ്ടി ഇത്ര സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് പറയാം. അതെ, ഇല്ലില്ല, സത്യം അല്ല എല്ലാരും ശ്രദ്ധിച്ചോന്ന്. അത് തന്നെ ഒന്ന് നോട്ട് ചെയ്തു. നിങ്ങൾ ഇനി ഇടയ്ക്ക് ദർശനമൊക്കെ പോയി കിടന്ന് ആകാശത്ത് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോന്നൊക്കെ എണ്ണുമ്പോൾ അത് തന്നെ നക്ഷത്രങ്ങളൊക്കെ മെത് വീഴാതെ നോക്കണേ. എപ്പോഴാ ഇടിച്ച് വീഴ്ച പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ആകാശത്ത് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. അതൊരു മോസ്റ്റാണ്. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ പോക്കിമോനിന്റെ മടിയെ കിടന്ന കഥയൊക്കെ കേട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ UFOന്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് തോന്നുന്നതെന്ന് ഗായ്സ് നിങ്ങൾ പറയാൻ മറക്കരുത്. കാരണം ഞങ്ങൾ കണ്ട കാഴ്ച ഞങ്ങൾക്ക് സത്യമാണ്. അതുപോലെ നിങ്ങളോട് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിനെപ്പറ്റി പറഞ്ഞ ഓരോരുത്തര് പല ഇതിലും വരും അല്ലേ? കളിയൊക്കെ ചിരിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പഴേ അറിയാം കമന്റ്സ് ഒക്കെ. അത് കണ്ട് ഞങ്ങൾക്ക് കുറച്ചിരിക്കാം. നെഗറ്റീവും പോസിറ്റീവും എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. പക്ഷേ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പറഞ്ഞിട്ട് തോന്നിയ രീതിയിൽ പറയുന്നത് അത് ശരിയാവുന്ന കാര്യമല്ല. പിന്നെ അത് മാത്രല്ല എന്താണ്, ഞാൻ ഈ UFOന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാവരും ഓർത്തു ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് പറയുന്നു തോക്കി കയറി വെടിവെച്ചു കുറെ പേരൊക്കെ അല്ലേ? 2025 ഏപ്രിൽ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ കണ്ടത്. ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. ഈ ഒരു ഡേറ്റിന്റെ ഇടയ്ക്ക് ഏതോ ഒരു ഡേയിലാണ് കണ്ടത്. എന്തായാലും ആ കാഴ്ച ഒരിക്കലും മറക്കമല്ല. എനിക്ക് വായിക്കോട്ടെ വന്നു കഴിച്ച്. അപ്പൊ ഒരാൾക്ക് വായിക്കോട്ടെന്ന് എല്ലാവർക്കും പാസ് ചെയ്ത് കിട്ടും. അപ്പൊ ഗായ്സ് നമ്മുടെ UFOന്റെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ പറയാൻ മറക്കില്ല. അപ്പം അതുവരേക്കും ഞങ്ങൾ അടുത്ത UFO കാണുന്നുണ്ടോ നോക്കിട്ട് അടുത്ത സൂപ്പർ ക്യാപ്പായിട്ടായിരിക്കും ഞങ്ങളൊന്ന് ഇറങ്ങുമായിരിക്കും. നോക്കട്ടെ, അപ്പൊ ക്യാമറ ഉണക്കാൻ പറ്റുവാണെ വരാം. അതെ, ഇനി ഞങ്ങൾ കാണുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാം കേട്ടോ. അതെ അതെ, നമ്മുടെ ബോയ്ഫ്രണ്ടിന്റെ ക്യാമറ കൊടുക്കാം. അന്ന് ഈ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇല്ല, അന്ന് ക്യാമറ കയ്യിൽ കിട്ടി. പക്ഷെ ഞാൻ അത് കഴിഞ്ഞോടെ അങ്ങോട്ട് പോകേണ്ട വന്നു. ക്യാമറ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത പാടെ അങ്ങോട്ട് പോയി അവസ്ഥയായിരുന്നു. അപ്പൊ ഗായ്സ് നമ്മുടെ ഈ നാട്ടിലും ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇത് കേട്ടത് ഞാനും വാവാറ്റിയും ഭയങ്കര അമ്മച്ചിയാണ്. അതിപ്പോഴും ഞങ്ങൾ കേട്ടത് എന്താ, ഇത് കണ്ടു, ഇത് കേട്ടു, ഇത് നമ്മുടെ വയനാട്ടിലെ സ്വന്തം സ്ഥലത്താണെന്ന് കുഴപ്പമില്ല. ഈ പറഞ്ഞത് ഞങ്ങളുടെ ഇവിടെ വീടിന്റെ തൊട്ടടുത്ത് നടന്ന സംഭവമാണ്. അതെ, ഇനി കൂടുതലും പറയുന്നില്ല. അപ്പൊ ഇനി ആ സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇട്. കാരണം അതിപ്പോഴും അത് എന്ത് സൂത്രം, അതും അൺഡിഫൈൻഡ് ഒബ്ജക്റ്റ് ആണ്. ഫ്ലൈയിങ് ഒബ്ജക്റ്റ് അല്ല, അത് സൗണ്ടിങ് ഒബ്ജക്റ്റ് സൗണ്ടാണ്. എന്താ എന്ത് സൗണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ കാര്യം നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പറയുന്നത്. തോന്നിപ്പോ സത്യം
അത്രയ്ക്ക് പേടിയായി. ഇതിപ്പോ കുറച്ച് നാളായി കേട്ടിട്ടില്ലേ? ഇനി കേൾക്കുമ്പോ പുറത്തിറങ്ങാല്ലേ? ഞാൻ ഉണ്ടാവുന്ന എനിക്ക് പറയാൻ പറ്റില്ല. കൂട്ടിയിടിച്ചിട്ട് അകത്ത് കയറി അല്ല എനിക്ക് പിന്നെ അങ്ങനത്തെ പേടിയില്ലാത്ത പിന്നെ ആദ്യം ഓടുന്ന ആരാന്നറിയോ? അമ്മച്ചീന്റെ അടുത്ത് പോയിരിക്കും. എന്ത് പേടിയാണ് അമ്മച്ചീന്റെ അടുത്ത കാശ് മേടിക്കുന്നത്. അമ്മച്ചിക്ക് ഈ ലോകത്തൊന്നിനും ഒരു പേടിയില്ല. സത്യം. ഓക്കെ, നമ്മൾ ഇനി പറഞ്ഞോണ്ടിരുന്ന നാളെ വരെ പറഞ്ഞോണ്ടിരിക്കണം ആദ്യം. സത്യം. അപ്പൊ എന്തായാലും നമ്മള് ലൈവില് വരുമ്പോ നമുക്ക് അടിപൊളി എടാ കൊന്നടാ എല്ലാരും. നിങ്ങൾ ലൈവില് വന്നാൽ നല്ല രസമായിരിക്കില്ല. എനിക്ക് ലൈവില് വരാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എപ്പൊ വരണം, എങ്ങനെ വരണം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതാണ് ഇത്. സാരല്ല, നമുക്ക് കുറച്ച് ഫാൻസും കൂടി ആയിട്ട് നമുക്ക് ലൈവിലൊക്കെ വരാൻ ഞാൻ ഓർക്കുന്നത് അല്ലേ? ഭയങ്കര തീർച്ചയായും. അതന്നെ ആ ഒരു കാര്യം രാവിലെ പല്ലതേ പോക്കട്ടോ തുടങ്ങാം. കുളിക്കാൻ പാത്രമേ കൊണ്ടുപോകണ്ട. അത് കൊണ്ടുപോയില്ല. അപ്പൊ ക്യാമറ മൂടാം. സൗണ്ട് കേട്ടാ മതി കുളിക്കുന്നത്. അതെ അതെ, അത് മോസ്റ്റ് ആയിട്ടുണ്ട്. പുഴയെ പോയി കാഴ്ച പുഴ കാഴ്ച കൊടുക്കത്തില്ലേ? അത് മതിയില്ലേ? നിങ്ങൾ എല്ലാരും വാ, നമുക്ക് ഒരുമിച്ച് പുഴ താഴെ എത്തുമ്പോ സിഗ്നൽ. അയ്യോ അയ്യോ ശരി, അങ്ങനത്തെ വിഷയം ഉണ്ടാവും. അതൊരു പ്രശ്നം. വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ സിഗ്നൽ കിട്ടില്ല കേട്ടോ. അത് ഞങ്ങളൊരു കാട്ടുമുക്കി തന്നെയാ. എന്ത് ചെയ്യാനാ, അവസ്ഥയായി പോയി. സത്യം. അതെ, ഇവിടെ ടൗൺ ടവറാണ് ആദ്യം കൊണ്ടുവയ്ക്കുന്നത്. അതന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ടവർ പണിയുന്നു. എന്ത് ചെയ്യാനാ, കയ്യിൽ ക്യാഷില്ല ഗൈസ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കഥകളൊക്കെ. അപ്പൊ നിങ്ങള് എന്താ പറയാ, നിങ്ങക്ക് തോന്നിയ കാര്യം കമന്റ് ഇട്. തോന്നിയത് എന്തും അല്ല, തോന്നിയ എന്തേലും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്, എന്താ സൂത്രം എന്ന് അറിയത്തില്ല. എന്തായാലും ഈ ലോകത്ത് പല മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതിനകത്ത് ഒരു കാര്യമായിട്ട് ഞങ്ങക്ക് ഇത് തോന്നി. അങ്ങനെ അപ്പം ഇത് കയ്യിലൊരു വീഡിയോ ഉണ്ടായിരുന്ന വൈറലായതിന്, പക്ഷെ വീഡിയോ ഇല്ല ഗൈസ്. അതുകൊണ്ട് വിഷയം പോട്ടെ എന്തായാലും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ണാണ് ദൃക്സാക്ഷി. കണ്ണിലാണ് കണ്ടത്. അത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്തൊക്കെ. പക്ഷെ ഇതെന്ന് പറയുമ്പം ആ ഒരു സിറ്റുവേഷൻ, അതായത് അതിനെ കണ്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്ത നിങ്ങൾ ആ അനുഭവത്തിൽ കൂടെ പോയാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ. എന്നാലും ഞങ്ങൾ ശരിക്കും ഞെട്ടിച്ചൊരു കാഴ്ച തന്നെയായിരുന്നു ഇത്. ഇനി നമുക്ക് സൗണ്ടിന്റെ കാര്യത്തിലേക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. എന്താ അല്ലെ നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യണം നിങ്ങൾ പറയണം. ഒബ്ജക്റ്റിന് എന്തെങ്കിലും സൗണ്ട് ഉണ്ടായിരുന്നോ സംശയം? ഇല്ലേ, ഒബ്ജക്റ്റിന് സൗണ്ട് ഒന്നും. ഇപ്പൊ എയർപ്ലെയിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരെ തൊട്ട് നമുക്ക് ഒച്ച കേൾക്കാൻ പറ്റും. ഹെലികോപ്റ്ററും അതെ. പക്ഷെ ഇതിന് നോ സൗണ്ട്, ഒരു സൗണ്ട് ഇല്ല, ഒന്നുമില്ല. സ്മൂത്ത് ആയിട്ട് ഈ സാധനം ഇങ്ങനെ സാധനം ഫ്ലൈ ചെയ്ത് പോകുന്നു. ഇങ്ങനെ കൂളായി പോകും. എന്ത് രസമല്ലേ ഇത് പോകുന്നു. കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ലൈറ്റ്സും എല്ലാം മോസ്റ്റ് ആയിരുന്നു. പക്ഷെ മോസ്റ്റ് ആയിരുന്നു, എല്ലാം കൊണ്ടും മോസ്റ്റ് ആയിരുന്നു. അത് എന്താ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങളെ കാണിക്കുന്നില്ല. അപ്പോഴേക്കും ഡിസപ്പിയർ ആയി ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗൈസ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.